ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കിടിലൻ ഉണക്ക സ്രാവ് മീൻ കറിയാണ് കേട്ടോ. നല്ല കൊട്ടമ്പുളിയൊക്കെ ഇട്ട് വെച്ച ഉണക്ക സ്രാവ് മീൻ കറിയാണ്. നല്ല ചൂട് ചോറിനൂടെയൊക്കെ ഈ ഒരു ചാറുണ്ടല്ലോ, അങ്ങനെ ഈ ഒരു ചൂട് ചാറൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത്. ഉണക്ക മീനാണെന്ന് പറയേയില്ല കേട്ടോ. ഈ ഒരു കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും നല്ല പച്ച മീനൊക്കെ വെച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു പാൽ സ്രാവ് കൊണ്ട് കറി വെക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് അറിയേണ്ട കൂട്ടുകാർക്ക്, അതിനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നാടൻ സ്രാവ് മീൻ കറി വെക്കാനായിട്ടുള്ള സ്രാവ് മീൻ അവിടെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഉണക്ക സ്രാവാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്കൊന്ന് നന്നായിട്ട് വെള്ളത്തിലിട്ട് വെക്കണം, അതുപോലെ തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്താലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഉണക്ക സ്രാവ് ഇതാ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 സവോളയാണ് കേട്ടോ. ചെറിയ സവോള ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇനി നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇത് അവിടെ ഒരു മൺചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരണം. ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവോള, അതുപോലെ തന്നെ പച്ചമുളക്, ഉള്ളി, തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഫ്രൈ ആവാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പൊടി ഇട്ട് കൊടുത്ത ഐറ്റംസ് എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായി വരണം. അപ്പോഴാണ് ആ ഒരു പച്ച മണമൊക്കെ പോയിട്ട് നല്ല ആ ഒരു മണം വരിക. ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 കുടംപുളി എടുത്തിട്ട് അതിനെ നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് നന്നായി തിളപ്പിച്ചെടുത്തു. ആ ഒരു വെള്ളവും അതേപോലെ തന്നെ ഒരു കുടംപുളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ കുടംപുളി വെള്ളവും കുടംപുളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതവിടെ നന്നായിട്ട് ഗ്രേവിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക സ്രാവ് മീനിൽ തന്നെ നന്നായിട്ട് ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളിയും തക്കാളിയും വഴറ്റാനായിട്ട് ഇട്ട ആ ഒരു ഉപ്പ് മാത്രം മതിയാവും. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത സ്രാവ് മീൻ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച് നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത ഉണക്ക സ്രാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണക്ക പാൽ സ്രാവ് കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ തിളയ്ക്കണം. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ അവിടെ തിളച്ച് സെറ്റ് ആയിട്ടിട്ട് ഇതാ കണ്ടില്ലേ, കുടംപുളിയൊക്കെ ഇട്ട് വെച്ച നല്ലൊരു സ്രാവ് മീൻ കറിയാണ് കേട്ടോ. ഉണക്ക സ്രാവ് മീൻ കറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഗ്രേവിയൊക്കെ ഇതാ നന്നായിട്ട് തിളച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഉണക്ക മീനും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി. ഇനി നമുക്കിതിനെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു 2 സ്പൂൺ കൂടെ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. ആ പച്ച വെളിച്ചെണ്ണേൻ്റെ മണമൊക്കെ വരുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഉണക്ക സ്രാവ് മീൻ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊരു കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്താലോ. നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ ടേസ്റ്റി ഉണക്ക സ്രാവ് മീൻ കറി ഇതവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചാലുണ്ടല്ലോ പൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ.